അദ്ദേഹത്തെ എങ്ങനെയാണ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആക്കിയത് എന്ന് പലരും തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നുമായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പൊ ഈ പ്രതിഷേധം എങ്ങനെയാണ് നടത്തേണ്ടത്? ഇപ്പൊ വി ഡി സതീശൻ പറഞ്ഞത് കൃത്യമാണ്. നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നിടത്ത് അദ്ദേഹത്തിന്റെ അടിവസ്ത്രം പോലും കാണുന്ന രീതിയിൽ ആ നിയമസഭയെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റും, അതാണോ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത്. അതായത് ഈ പ്രതിപക്ഷത്തിനെ പോലെ ഈ മാന്യമായ പ്രതിഷേധമൊന്നും അല്ല നടത്തേണ്ടത്. പൊളിച്ചെടുക്കാൻ, അതായത് എല്ലാം പൊളിച്ച് കസേരയിൽ, അതായത് സ്പീക്കറിന്റെ കസേര എല്ലാം വാരി വലിച്ച് നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇവരെ പ്രൊവോക്ക് ചെയ്യുന്നതാണോ? നിങ്ങളിങ്ങനെ മാന്യന്മാരെ ഇരിക്കേണ്ട, ഞങ്ങളെപ്പോലെ നിങ്ങളും അതൊക്കെ നശിപ്പിക്കാൻ ഒരുങ്ങൂ എന്ന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്, ഒരു ഉപദേശമായിരിക്കും അത്. എന്തായാലും ഒന്നുകില് വി ശിവൻകുട്ടിക്ക് നല്ല ഓർമ്മക്കുറവ്, ഈ അൽഷിമേഴ്സ് പോലുള്ള രോഗം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊലിക്കട്ടിയ അപാരമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇന്നീറ്റ് ചെയ്യുന്നോണ്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറയാൻ സഭയ്ക്കകത്ത് പറയാൻ പറ്റത്തില്ല. അന്ന് അത് ഗുളികൻ കയറിയതായിരുന്നു. അപ്പൊ പിന്നെ ആ ഓർമ്മ കാണൂല്ലല്ലോ. ഈ കാന്താര സിനിമ അതൊരു ഗുളികൻ കയറി അങ്ങനെ കാട്ടിക്കൂട്ടിയതായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ അതൊന്നും ഓർമ്മയില്ല ആയിരിക്കണം. കാരണം അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് അന്ന് ബോധം പോയി വീഴുന്നതായിട്ട് നമുക്ക് ബാധമെല്ലാം കയറിയതാണ്. ബോധം പോയി വീണ് അദ്ദേഹത്തെ എടുത്തോണ്ടാണ് പോകുന്നത്.